കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കമാണ് നടക്കുന്നത്. ചേലക്കര MLA ആയ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലെത്തിയതോടെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. എന്നാൽ പാലക്കാടാണിപ്പോൾ ചർച്ചകളിൽ നിലനിൽക്കുന്നത്. പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി അവസാന നിമിഷം ഉയർന്നുവരുന്ന പേരുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും രമേശ് പിഷാരടിയുടെയുമാണ്. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താൻ വരുമെന്ന വാർത്തകൾ തള്ളി നടൻ രമേശ് പിഷാരടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. പാലക്കാട് സ്വദേശിയും കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളിലെ സജീവ സാന്നിധ്യവുമായ രമേശ് പിഷാരടി മത്സരിച്ചേക്കുമെന്നായിരുന്നു വാർത്തകൾ. മത്സരരംഗത്തേക്ക് ഉടനെയില്ല എന്നാണ് രമേശ് പിഷാരടി ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകൾ ശരിയല്ല. പാലക്കാട്, വയനാട്, ചേലക്കര പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി UDF-നൊപ്പം ഉണ്ടാകുമെന്നും പിഷാരടി കുറിച്ചു. കൈപ്പത്തി ചിഹ്നമുള്ള കൊടിയും താരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുൾപ്പെടെ കോൺഗ്രസ് പ്രചരണത്തിൽ സജീവമായിരുന്നു രമേശ് പിഷാരടി. വിവിധ കോൺഗ്രസ് പരിപാടികളിലും പിഷാരടി പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ രമേശ് പിഷാരടി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമായിരുന്നു പാലക്കാട് കോൺഗ്രസും BJP-യും തമ്മിൽ നടന്നത്. മെട്രോമാൻ ശ്രീധരൻ അവസാന നിമിഷം വരെ പോരാടി നിന്നെങ്കിലും ഷാഫിയെ പാലക്കാട് കൈവിട്ടില്ല. മണ്ഡലത്തിൽ LDF 3-ാം സ്ഥാനത്തായിരുന്നു. BJP-ക്ക് കാര്യമായ സ്വാധീനം മണ്ഡലത്തിലുള്ളതിനാൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസ് ശ്രമം. അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഗണിക്കാനാണ് സാധ്യത.